بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إبراهيم إذ قال لقومه اعبدوا الله واتقوه ذلكم خير لكم إن كنتم تعلمون. إنما تعبدون من دون الله أوثانا وتخلقون إفكا إن الذين تعبدون من دون الله لا يملكون لكم رزقا فابتغوا عند الله رزق واعبدوه واشكروا له إليه ترجعون. وإن تكذبوا فقد كذب أمم من قبلكم وما على الرسول إلا البلاغ المبين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. وعليكم السلام وإياكم وعلينا جميعا. പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്നത്തെ പ്രഭാതത്തിലും ഈ പരിശുദ്ധ ഖുർആൻ സദസ്സിലേക്ക് നമ്മൾ ഒരുമിച്ച് കൂട്ടി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പരിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ സൂറയാണ് സൂറത്തുൽ അൻകബൂത്ത്. അതിലെ 16, 17, 18 വചനങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഒരാൾ മുസ്ലിമായാൽ അല്ലെങ്കിൽ മുഅ്മിനായാൽ ജീവിതം അത്ര സുഖകരമായിരിക്കുകയില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ആ പരീക്ഷണങ്ങളിലൂടെ കടന്ന് ഊതിക്കാച്ചിയെ പൊന്നാക്കി എടുത്തിട്ടാണ് അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുക. അതിനുള്ള തെളിവുകളാണ് നൂഹ് നബിയുടെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ചരിത്രം, അതുപോലെ മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും ഓരോ ഉമ്മത്തുകളുടെയൊക്കെ ചരിത്രം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അല്ലാഹു സമാധാനപൂർണമായ ജീവിതം നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സൂറത്തുൽ ബഖറയുടെ അവസാന ആയത്തുകൾ, ആമന റസൂൽ തുടങ്ങുന്ന ആയത്ത്, അതിന്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയേണ്ടതാണ്. അറിഞ്ഞില്ലെങ്കിൽ അതൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. കാരണം റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ തരല്ലേ റബ്ബേ, മുൻകഴിഞ്ഞു പോയ തലമുറകൾക്ക് കൊടുത്ത പരീക്ഷണം തരല്ലേ തമ്പുരാനെ. അപ്പൊ ഈ ഒരു പറച്ചില്, നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ അബദ്ധങ്ങൾ, നമ്മുടെ തെറ്റുകൾ ഒക്കെ നമുക്ക് പുറത്തു തരണേ തമ്പുരാനെ, അതിന്റെ പേരിൽ പിടികൂടില്ലേ റബ്ബേ എന്നൊക്കെ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അൽ ബഖറയുടെ അവസാനത്തെ ആയത്ത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നെ പ്രാർത്ഥിക്കാനുള്ള പഠനം, പഠിപ്പിക്കൽ നടത്തുകയും ആ പ്രാർത്ഥന അർത്ഥമറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അല്ലാഹു നൽകുന്ന ഗുണങ്ങൾ 2 തരത്തിലാണ്. ഒന്ന്, നമ്മുടെ അബദ്ധങ്ങളെ, നമ്മുടെ വീഴ്ചകളെ, നമ്മുടെ തെറ്റുകളെയൊക്കെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും, വരാതിരിക്കാൻ ശ്രമിക്കും. വന്നുപോയാൽ അല്ലാഹുവിനുള്ള പ്രാർത്ഥന മൂലം അതൊക്കെ അല്ലാഹു പുറത്തു തരികയും ചെയ്യും. റബ്ബ് തന്നെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഠിനമായ പരീക്ഷണങ്ങൾ തരില്ലേ റബ്ബെ എന്നുള്ള പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ മുഅ്മിനാവാൻ, ഒരു മുസ്ലിം മുഅ്മിനാകാൻ, മുത്തഖിയാകാൻ, മുഹ്സിനാകാൻ, മുഖ്ലിസാകാൻ, മുഹ്ബിത്താകാൻ, മുത്മഇൻ ഖുലൂബാകാൻ ഒക്കെ ഓരോരോ പരീക്ഷണങ്ങൾ അല്ലാഹു കടത്തിക്കൊണ്ട് പോകും. ആ പരീക്ഷണങ്ങളിലൊക്കെ കടന്നിട്ട് വേണം ആ ഒരു ഗ്രേഡിലേക്ക് എത്താൻ. അല്ലാഹു നമ്മളെ ഒരുപാട് പരീക്ഷയിൽ അകപ്പെടുത്താതെ തന്നെ നമ്മുടെ ഖൽബിനെ അല്ലാഹു കൃത്യമായ കാമിലായ ഈമാന്റെ വെളിച്ചം നിറച്ചു തരുമാറാകട്ടെ.
ആമീൻ ആമീൻ. ഇവിടെ അള്ളാഹു പറയുന്നത് ഇബ്രാഹിമ, നേരത്തെ പറഞ്ഞ ചരിത്രത്തോട് ചേർത്ത് പറയുന്നതുകൊണ്ട് അവിടെ വാവ് ചേർത്തുകൊണ്ട് ഇബ്രാഹിമ, ഇബ്രാഹിം നബിയെയും നാം അയച്ചു, പ്രവാചകനായി അയച്ചു. കാരണം നൂഹിനെ അയച്ച ചരിത്രം പറഞ്ഞിട്ട് അതിനോട് ചേർത്താണ് ആ വാവ് ചേർത്ത് ബന്ധിച്ചുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. ഇബ്രാഹിമ, ഇബ്രാഹിം നബി, ആ നബിയെയും ഇബ്രാഹിം നബിയെയും നാം പ്രവാചകനായി അയച്ചു. ഇത് ഖാല ലിഖൗമിഹി, അദ്ദേഹം തന്റെ ജനത്തോട് പറഞ്ഞു, അബ്ദുല്ലാഹ വത്തഖൂഹ്, അബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വത്തഖൂഹ്, അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം. അവന്റെ പ്രീതി നേടുകയും അപ്രീതി ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അബ്ദുല്ലാഹ വത്തഖൂഹു എന്ന് പറയുന്ന രണ്ട് പദം വിശദീകരിക്കണമെങ്കിൽ തന്നെ ഈ ഖുർആന്റെ ഒരുപാട് ആയത്തുകൾ എടുക്കേണ്ടി വരും. എന്റെ തൊണ്ട പ്രശ്നം ആയതുകൊണ്ട് ഞാൻ അതിൽ ഒരുപാട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ചർച്ചയിലൂടെ അത് നിങ്ങൾ പരിഹരിക്കണം. അബ്ദുല്ലാഹ എന്ന് പറഞ്ഞാൽ എന്താണ്, വത്തഖൂഹു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ തന്നെ ചർച്ചയിലൂടെ പരിഹരിക്കണം. ദാലിക്കും ഖൈറുൻ ലക്കും ഇൻ കുന്തും തഅലമൂൻ. അപ്പൊ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കണം, അള്ളാഹുവിനോട് തഖ്വയുള്ളവരാകണം, സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പറയുന്നത് ദാലിക്കും ഖൈറുൻ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും നന്മയുള്ള കാര്യമാണ്, ഏറ്റവും ഉത്തമമായ കാര്യമാണ്. അതുകൊണ്ട് ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ന് എടുത്തു പറയുന്നു. ഈ ഇൻ കുന്തും തഅലമൂൻ എന്ന് പറഞ്ഞാൽ ആ അറിവ് നേടുക എന്ന് പറയുന്നത് അല്പം അധ്വാനിച്ചാലേ നടക്കൂ. ആ അധ്വാനം ഒരാൾ സ്വപരിശ്രമത്തിലൂടെ അതിനുള്ള കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ അറിവ് നേടുക. അങ്ങനെ അറിയുന്നവരാണെങ്കിൽ, ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അബ്ദുല്ലാഹ വത്തഖൂഹു എന്ന് പറയുന്നത് കൃത്യമായി ബോധ്യപ്പെടും. അപ്പൊ അറിവ് നേടൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഖുർആൻ തുടങ്ങിയത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിന്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് അതുകൊണ്ടാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഇന്നമാ തഅബ്ദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളുണ്ടല്ലോ, അവസാനൻ, അത് വെറും വിഗ്രഹങ്ങളാണ്, അത് വെറും വിഗ്രഹങ്ങളാണ്. അവസാനൻ തഖ്ലുഖൂന ഇഫ്കൻ, വളരെ വലിയ മിഥ്യയാണ് നിങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. തഖ്ലുഖൂന, നിങ്ങൾ ഈ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇഫ്കൻ, അത് വലിയ മിഥ്യയാണ്, മഹാകള്ളമാണത്, കള്ളത്തരമാണ് ആ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്നല്ലദീന തഅബ്ദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുഴുവൻ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ ദൈവങ്ങൾ, ആൾ ദൈവങ്ങൾ ഒക്കെയും ലാ യംലികൂന ലക്കും റിസ്ഖ, നിങ്ങൾക്ക് റിസ്ഖ് നൽകാൻ യാതൊരു തരത്തിലുള്ള കഴിവുമുള്ളവരല്ല. ലാ യംലികൂന ലക്കും റിസ്ഖ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാനാണല്ലോ ഇത്തരം വിഗ്രഹങ്ങളുടെ മുമ്പിലും ആൾ ദൈവങ്ങളുടെ മുമ്പിലും പുണ്യാളന്മാരുടെ ഖബറുകളിലും ഒക്കെ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ, സാധിക്കാൻ. പക്ഷെ അള്ളാഹു പറയുന്നു ലാ യംലികൂന ലക്കും റിസ്ഖ, നിങ്ങളുടെ ഒരു കാര്യവും നേടിത്തരാനുള്ള, നിങ്ങൾക്ക് സാധിച്ചു തരാനുള്ള, അനുവദിച്ചു തരാനുള്ള ഒരു കഴിവും അവയ്ക്കൊന്നിനുമില്ല. ഫബ്തഗൂ ഇൻദല്ലാഹി, നിങ്ങൾ അള്ളാഹുവിനോട് തേടിക്കൊള്ളുക. ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ, യഥാർത്ഥ പടച്ചതമ്പുരാനായിട്ടുള്ള, യഥാർത്ഥ സൃഷ്ടാവായിട്ടുള്ള, നിയന്താവായിട്ടുള്ള, സംവിധായകനായിട്ടുള്ള, സംഹാരകനായിട്ടുള്ള ആ പടച്ചതമ്പുരാനുണ്ടല്ലോ, ആ പടച്ചതമ്പുരാനോട് ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. വഅബ്ദൂഹു, അങ്ങനെ റബ്ബിന് മാത്രം നിങ്ങൾ ആരാധന നടത്തുക. വഅബ്ദൂഹു വഷ്കുറൂ ലഹു, നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ സംവിധാനിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ എല്ലാ സംവിധാനവും ഒരുക്കി തരികയും ചെയ്ത പടച്ചതമ്പുരാന് നന്ദിയുള്ളവരാകണം. വഷ്കുറൂ ലഹു, അവനോട് നന്ദിയുള്ളവരാവുക.
ഇലൈഹി തുർജഊൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഇലൈഹി തുർജഊൻ, വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ എല്ലാവരും അവങ്കിലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത്. അങ്ങനെ മടങ്ങി ചെല്ലുമ്പോൾ ആ മഹ്ശറാവൻ സഭയിൽ നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ നിങ്ങൾ എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയത്, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ നിങ്ങൾ ഇവിടെ കഴിച്ചു കൂട്ടിയത്, നിങ്ങളുടെ ആരാധനാക്രമങ്ങൾ എന്തൊക്കെയായിരുന്നോ, നിങ്ങൾ ചെയ്തു വെച്ച വിഡിത്തങ്ങൾ എന്തൊക്കെയായിരുന്നോ, അതൊക്കെയും അള്ളാഹു ചോദ്യം ചെയ്യും. അതാണ് ഇലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് നിങ്ങൾ. അതെന്ന് പറയുന്നു വഇൻ തുകദ്ദിബൂ, നിങ്ങൾ ഈ വിഷയങ്ങളെ കളവാക്കുകയാണെങ്കിൽ ഫഖദ് കദ്ദബ ഉമമുൻ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് തലമുറകൾ ഇങ്ങനെ കളവാക്കിയിട്ടുണ്ട്. പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ വചനങ്ങളെ കളിയാക്കിയിട്ടുണ്ട്, പ്രവാചകന്മാരെ കളിയാക്കിയിട്ടുണ്ട്, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫഖദ് കദ്ദബ ഉമമുൻ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് സമുദായങ്ങൾ ഒരുപാട് ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വമാ അല റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ദൈവിക സന്ദേശം എത്തിച്ചു തരിക എന്ന് മാത്രമാണ് ഈ പ്രവാചകന്റെ ഈ റസൂലിന്റെ ചുമതല. അല്ലാതെ നിങ്ങളെ പിടിച്ചു നിർത്തി നിങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നടത്താൻ ഈ പ്രവാചകനെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് വിട്ടിട്ടുള്ളത്. ബഷീറും നദീറുമായി കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ വിട്ടു തന്നിട്ടുള്ളത്. വമാ അല റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, ഈ പ്രവാചകന് നിങ്ങളോട് ആ കാര്യങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പും സന്തോഷ വാർത്തയും ഒക്കെ നൽകാൻ മാത്രമാണ് ഞാൻ ആ പ്രവാചകന് ചുമതല കൊടുത്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ആരും തന്നെ, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും കൂടി നേരെ സ്വർഗത്തിലേക്ക് എത്തിച്ചേക്കാമെന്നുള്ള ഉറപ്പൊന്നും പ്രവാചകനെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരലാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ചുമതല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് അത് വിശ്വസിച്ച് അത് നിങ്ങളുടെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ സ്ഥാപിച്ച് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അതിമഹത്തായ പ്രതിഫലമുണ്ട്. ഇല്ലെങ്കിൽ നേരെ വിപരീതാവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു പോകും. അതുകൊണ്ട് പ്രവാചകന്റെ വചനങ്ങളെ, പ്രവാചകൻ കൊണ്ടുവരുന്ന വേദഗ്രന്ഥങ്ങളെ നിങ്ങൾ നോക്കുക, അത് വായിക്കുക, അത് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചിട്ടപ്പെടുത്തുക. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, പ്രവാചകന് വേണ്ടിയല്ല. പ്രവാചകന്റെ ചുമതല കാര്യങ്ങൾ പറഞ്ഞു തരലാണ്, വഴി കാണിച്ചു തരലാണ്, ആ വഴിയിലൂടെ സഞ്ചരിക്കലാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം. പ്രവാചകൻ അതിൽ ഉത്തരവാദിത്വം ഞാൻ ഏൽപ്പിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയാണ്. വമാ അല റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളെ ധരിപ്പിക്കുക, അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ചുമതല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിലൂടെ എന്തൊക്കെയാണോ പറഞ്ഞു തരുന്നത് അത് മുഴുവൻ അതുപോലെ കേട്ട് അതുപോലെ മനസ്സിലാക്കി ആ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 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 മക്കളുടെ മക്കളെയും തലമുറകളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് മഗ്ഫിറത്തും റഹ്മത്തും ലഭിച്ച് അവരുടെ ജന്നാത്തിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.